ഇത്തവണത്തെ ബിഗ് ബോസിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളതും വ്യത്യസ്തമായിട്ടുള്ളതുമായ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പവർ റൂം തന്നെയായിരുന്നു. അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ആ മുറിക്കും അതിൽ കിട്ടുന്ന അധികാരത്തിനും സുഖ സൗകര്യങ്ങൾക്കും എന്ന് പറയുന്ന ബിഗ് ബോസിന്റെ ക്രൂവിന് തന്നെ ആ ഒരു പവർ റൂം കോൺസെപ്റ്റിനെ തന്നെ പിരിച്ചുവിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ പവർ റൂമിനെ ഇപ്പോൾ പീപ്പിൾ റൂം ആക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും വലിയൊരു ചർച്ച ചെയ്യപ്പെട്ടതും ഈ ഒരു പവർ റൂമിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അധികാരം മിസ്യൂസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ക്രൂ ഉദ്ദേശിച്ചിരുന്ന ഒരു കോൺസെപ്റ്റ് അല്ല ജനങ്ങളിലേക്ക് പവർ റൂം എന്ന ഒരു ഇതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ലാലേട്ടൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇൻഡിവിജ്വലി മത്സരാർത്ഥികളോട് ഇതിനെ പറ്റിയുള്ള സജഷൻസും പവർ റൂം നല്ലതാണോ ചീത്തയാണോ, എങ്ങനെയാണ് നിങ്ങൾ അതിനെ ഉപയോഗിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ജിൻഡോ പറയുന്നത് നോമിനേഷൻ ഫ്രീ മാത്രമായിട്ട് കാണാതെ ആ ഒരു പവർ റൂമിന്റെ സവിശേഷതകളെ മനസ്സിലാക്കി നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും എന്നതാണ് ജിൻഡോ പറയുന്നത്. കുറെയൊക്കെ ആളുകൾക്ക് സേഫ് ആയിട്ട് കയറി ഇരിക്കാനും സേഫ് സോണിൽ ഇരിക്കാനുമുള്ള ഒരു ഉപാധി മാത്രമായിരുന്നു പവർ റൂം എന്നുള്ളത് പലരുടെയും സംസാരത്തിൽ നിന്നും ആ ഒരു പവർ റൂമിൽ കയറി കഴിയുമ്പോഴുള്ള അവരുടെ ഒരു ക്യാരക്ടർ ചേഞ്ചിൽ നിന്നും പലപ്പോഴായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. ശ്രീതു പറയുന്നത് ശ്രീതുവിന് ഇതുവരെ ആ ഒരു പവർ റൂമിൽ കയറാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ ആ ഒരു താമരയിലയിൽ കിടക്കണം എന്നുള്ളതാണ് ശ്രീതുവിന്റെ ഒരു ആഗ്രഹം. അപ്പൊ ശ്രീതു അത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി മാത്രമായിട്ട് പവർ റൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പലരും മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കണം ഇപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ബിഗ് ബോസിന്റെ ക്രൂ ഉദ്ദേശിച്ച ആ ഒരു കോൺസെപ്റ്റ് ആളുകളിലേക്ക് എത്തപ്പെടാതെ പോയത്. റസ്മിൻ പറഞ്ഞത് സർവാധികാരം ദുരുപയോഗം ചെയ്യുകയാണ്, ബന്ധങ്ങൾ പോലും പലപ്പോഴും നഷ്ടപ്പെടുകയാണ്. ആ ഒരു പവർ റൂമിൽ നിന്നുകൊണ്ടിട്ട് പവർ ഉപയോഗിച്ച് പല കാര്യങ്ങളും പറയുമ്പോൾ അത് ഈ വീട്ടിലുള്ളവർക്ക് പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത്തരത്തിൽ അധികാരത്തിന്റെ ഒരു നിഴൽ പിടിച്ചു പറ്റി പലതും പറയുമ്പോൾ ആളുകൾ അതിനെ മറ്റൊരു തരത്തിൽ ചിത്രീകരിച്ച് ബന്ധങ്ങൾ തന്നെ അവിടെ വിള്ളലുകൾ വരികയാണെന്നൊക്കെയുള്ള രീതിയിലാണ് റസ്മിൻ പറഞ്ഞത്. ജാസ്മിൻ പറഞ്ഞത് പവർ റൂമിൽ കയറുന്നവർ എങ്ങനെയൊക്കെ നിന്നാലും അത് അവസാനം ഒരു മോശം രീതിയിലേക്ക് വരുള്ളൂ. നല്ല രീതിയിൽ നിന്നിപ്പം കുറച്ച് ഈസി ആയിട്ട് എല്ലാവരോടും നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ പവർ ഉപയോഗിച്ചില്ല എന്ന് പറയും. അതുപോലെ കുറച്ച് അധികാരത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ക്രൂവൽ ആയിട്ടുള്ള ഒരു പവർ ടീം ആയിരിക്കുന്നു അവരെന്ന് പറയും എന്നതായിരുന്നു ജാസ്മിന്റെ ഒരു വാദം വന്നിട്ടുണ്ടായിരുന്നത്. സിജോ പറഞ്ഞത് പവർ റൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ ആവശ്യമില്ല, അതൊരു ചെകുത്താന്റെ കോട്ടയാണ് എന്ന തരത്തിലാണ് സിജോ അവിടെ പറയുകയുണ്ടായത്. അപ്പൊ മൊത്തത്തില് എല്ലാവരുടെയും ഒരു അനാലിസിസ് പ്രകാരം പവർ റൂം എന്നൊരു കോൺസെപ്റ്റിന്റെ ആവശ്യമില്ല എന്നതാണ് അവിടെ കൊണ്ട് മനസ്സിലാക്കുന്നത്. മത്സരാർത്ഥികൾക്കാർക്കും അതിനോട് പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. പിന്നെയും അപ്സരയൊക്കെയാണ് കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ നെഗറ്റീവായിട്ട് മടുത്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് ആക്ച്വലി അത് പവർ റൂമിന്റെ പ്രശ്നമല്ല. പവർ റൂം നമ്മൾ ഉദ്ദേശിച്ച ഒരു കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് കൺവിൻസ് ആവാതെ വരികയും നിങ്ങൾ അതിനെ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുകയും അതെന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഗെയിം കളിക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്തത് കൊണ്ട് വന്ന കുറച്ച് പ്രശ്നങ്ങളാണെന്നാണ് ലാലേട്ടൻ പറയുന്നത്. ലാസ്റ്റ് വീക്കില് അൻസിബയുടെയും അഭിഷേകിന്റെയും നോറ, റസ്മിൻ അവരുടെ ആ ഒരു അവരായിരുന്നു ലാസ്റ്റ് വീക്കിലെ പവർ റൂം. ആ ഒരു പവർ റൂമിന്റെ ഉപയോഗത്തെ അവര് വിലയിരുത്തിയിട്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് കമന്റുകളും ഫീഡ്ബാക്കുകളും ഒക്കെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം ബിഗ് ബോസിന് എടുക്കേണ്ടി വന്നിട്ടുള്ളത്. പലരെയും എക്സ്പോസ് ചെയ്യാൻ പലർക്കും കിട്ടുന്ന ഒരു സേഫ് സോൺ തന്നെയാണ് ഈ ഒരു പവർ റൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അവസാനമായി എല്ലാവരും കൂടെ പവർ ദണ്ടൊക്കെ പിടിച്ച് പവർ ബെല്ല് മുഴക്കി പവർ റൂം പിരിച്ചു വിട്ടിരിക്കുന്നു എന്ന് അനൗൺസ് ചെയ്തുകൊണ്ടിട്ട് എന്തായാലും ഈ ഒരു വീക്കോട് കൂടിയിട്ട് പവർ റൂം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാതിരിക്കുകയാണ്. ഇനി മുതൽ അത് പീപ്പിൾസ് റൂമാണ്. ആർക്ക് വേണമെങ്കിലും അതിൽ താമസിക്കാം. പ്രത്യേകിച്ച് പ്രിവിലേജസ് ഒന്നും ആർക്കും കിട്ടില്ല. ക്യാപ്റ്റൻ എന്ന് പറയുന്ന ആ ഒരു ആൾ മാത്രമേ ഇനി അവിടെ ഉണ്ടാവുള്ളൂ അധികാരത്തിന്റെ പരിധിയിൽ. ബാക്കി എല്ലാവരും കണ്ടസ്റ്റന്റുകൾ തന്നെയാണ്. ഒരു തരത്തിൽ ജിൻഡോയുടെയും ശ്രീതുവിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ എന്നുള്ള രീതിയിലേക്ക് ആയിപ്പോയിട്ടുണ്ടായിരുന്നു ജിൻഡോയും ശ്രീതുവും. അവർക്ക് പവർ റൂമും കട്ടായി, ലക്ഷറിയും കട്ടായി, ഇനി അതൊന്നുമില്ല. അപ്പോൾ അവർ കഴിഞ്ഞൊരു വീക്കിൽ കിടന്ന് ജിൻഡോ പറയുണ്ടായിരുന്നു ഞാൻ പട്ടിപ്പണിയാണ് എടുത്തതെന്നുള്ളത്. അപ്പോൾ അത്രത്തോളം അവരതിലേക്ക് വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ആ ഒരു കല്ല് സൂക്ഷിക്കാനായി കൊടുത്ത സമയത്ത് പവർ റൂം കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ജിൻഡോ ആ ഒരു കല്ല് വേണ്ട എന്ന് വെക്കുകയായിരുന്നു. അപ്പം അത്തരത്തിൽ
മൊത്തത്തിൽ അവർക്ക് ശ്രീധുവിനും ജിൻഡോയ്ക്കുമാണ് ഏറ്റവും നഷ്ടം എന്നാണ് പറയുന്നത്. അർജുൻ അതൊരു ഈസി ഗോയിങ് മട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കം എന്ന് പറയുന്നത് മദേഴ്സ് ഡേ സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ലോട്ട്സ് ഓഫ് ഇമോഷൻസ് ഒക്കെ ആ ഒരു ടൈമിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് ലെറ്റേഴ്സ്, എല്ലാവരും അവരുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ലെറ്റേഴ്സ് എഴുതുകയും അപ്പോൾ എല്ലാ കണ്ടസ്റ്റന്റുകളുടെയും അമ്മമാർ വന്ന് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് വഴി അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സായി കൃഷ്ണയൊക്കെ അവിടെ ഭയങ്കരമായൊരു മാറ്റങ്ങൾ പറയുകയും ഞാൻ അമ്മയുടെ കൂടെ അത്രയും അമ്മയ്ക്ക് കൊടുക്കേണ്ട ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത്രയും നാൾ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചില്ല, ഇനി ഞാൻ അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ലാലേട്ടനും പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നൊരു ഷോ കാരണം ഇത്രയൊക്കെ ചേഞ്ചസ് ഒരാളുടെ ലൈഫിൽ വരുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങൾക്കൊരു അഭിമാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടനും സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ലിപ്സ്റ്റിക് ഗെയിം, ഭയങ്കര ഒരു ഫണ്ണായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു. അതിൽ സായിയുടെ എക്സ്പ്രഷൻസ് ആയിരുന്നു ഇപ്പോൾ ഏറ്റവും വൈറലായിട്ട് നിൽക്കുന്നത്. 39 ചുംബനങ്ങൾ ഏറ്റുവാങ്ങി സായിയുടെ ടീമാണ് ആ ഒരു ഗെയിമിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തോ സായിയുടെ എക്സ്പ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ വഴക്ക് പറയലോ എന്നോർത്ത് വളരെ ബുദ്ധിമുട്ടോട് കൂടി വേറെ വഴിയില്ലാതെ ആ ഒരു ചുംബനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്ന പോലെയായിരുന്നു സായിയുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത്. നല്ലൊരു ടാസ്ക് ആയിരുന്നു. ആ ഒരു ഫണ്ണായിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ടുവരാൻ ഇങ്ങനെ പറ്റുന്നത് തന്നെ ബിഗ് ബോസിന്റെ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സിലേക്ക് പ്രേക്ഷകർക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്നുള്ളത് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ നന്ദനയുടെ ക്യാപ്റ്റൻസിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുമ്പം നന്ദന പറയുന്ന ഒരു കാര്യം, തെറ്റിനെതിരെ നിൽക്കും, ന്യായത്തിന് വേണ്ടി പോരാടും, ആരെന്തൊക്കെ പറഞ്ഞാലും ന്യായം ഏതാണ് ആ ഒരു ഭാഗത്തെ നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നന്ദന പറയുന്നത്. ഒരു ക്ലീഷേ കൈൻഡ് ഓഫ് വാഗ്ദാനങ്ങളാണ് നന്ദന കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പോൾ ഇത്രയും നാൾ ആ ഒരു രീതിയിലല്ലേ നിന്നിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പം നന്ദൻ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം, അങ്ങനെയല്ല, പവർ റൂം ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ പവർ റൂമിനൊരു എന്നെ ഓപ്പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും എനിക്കത് ശരിയാണെങ്കിൽ പവർ റൂമിനെ ഓപ്പോസ് ചെയ്ത് നിൽക്കാനായിട്ട് ഞാൻ ശ്രമിക്കും, അവരുടെ കൂടെ കൂടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അതൊരു ഋഷിക്കെട്ടുള്ളൊരു കൊട്ടാണെന്ന് തോന്നിക്കൊണ്ട് തന്നെ ലാലേട്ടനും അവിടെ ഋഷിക്കെട്ടൊരു കൊട്ട് പറയുന്നുണ്ട്. പെട്ടെന്ന് ഋഷിയെ വിളിക്കുകയും അപ്പം ഇതുവരെ പലരും ചെയ്ത രീതിയിൽ ചെയ്യില്ല എന്നാണോ നന്ദൻ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് നന്ദന പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ഋഷിക്കെട്ടൊരു കൊട്ട് തന്നെയായിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ഋഷിയുടെ കഴിഞ്ഞ ക്യാപ്റ്റൻസിയെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞൊരു വീക്കിൽ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് ടാസ്ക് വൈസിലും അല്ലാതെ ഇൻഡിവിജ്വൽ പെർഫോമൻസും ടീമിന്റെ ആ ഒരു യൂണിറ്റി ഒക്കെ മാനദണ്ഡമാക്കിക്കൊണ്ട് ബെസ്റ്റ് ടീം എന്ന് പറയുന്ന ഒരു ടീമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഡെന്നയായിരുന്നു. ശ്രീധു, ജിൻഡോ, അർജുൻ ഇവർ 3 പേരുമാണ് ആ ഒരു ടീമിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ആ ഒരു സമയത്ത് ഈ ഒരു ടീമിൽ കഴിഞ്ഞ വീക്കിന്റെ ഒരു ടാസ്ക് വൈസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ 3 പേരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് കൊടുത്ത ഡ്യൂട്ടീസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൗസ് കീപ്പിംഗ് ഒക്കെ ചെയ്തപ്പം ആ വീട്ടിൽ ആ ഒരു റൂം, അവർ ഹൗസ് കീപ്പിംഗ് ചെയ്ത റൂമുകളൊന്നും ഇതിനു മുമ്പൊന്നും ഇത്ര ഭംഗിയായിട്ട് ആ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത്രത്തോളം നീറ്റായിട്ട് ഒരു അടുക്കും ചിട്ടയോടെ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയായിരുന്നു അവർ ആ റൂമൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗസ്റ്റിന്റെ ഭാഗത്തുനിന്ന് അതിനൊരു വല്ലാത്ത അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം തന്നെ ഗസ്റ്റ് എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ജിൻഡോ ഒരിക്കലും ആ ഒരു ടീമിനെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് ആ ഒരു കല്ലിനെ എടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ ഒരു ഗെയിമിനെ ട്വിസ്റ്റ് ചെയ്യാനോ ആയിട്ട് ജിൻഡോ നോക്കിയിട്ടില്ല. ജിൻഡോ എപ്പോഴും സെൽഫിഷ് ആയിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഗസ്റ്റിന്റെ ഭാഗത്തുനിന്നൊരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ടീമിലെ ഒരു ടീം വർക്ക് എന്ന് പറയുന്നതിൽ എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷെ ബാക്കിയുള്ള ടീമുകളെ വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് ആയിരുന്നു എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ബെസ്റ്റ് ടീമായിട്ട് അവർ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് എവിക്ഷൻ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ശരണ്യ ഓൾറെഡി എവിക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീരേഖ കൂടി എവിക്റ്റ് ആയിരിക്കുകയാണ്. ഇപ്പം നിലവിൽ 13 പേരാണ് ആ വീട്ടിലെ മത്സരാർത്ഥികളായിട്ട് നിലവിലുള്ളത്. കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയായിരുന്നു ബിഗ് ബോസ് എങ്കിൽ ശ്രീരേഖ ഉറപ്പായിട്ടും അവിടെ ഗപ്പ് നേടിയേനെ. കാരണം അത്രത്തോളം നല്ല കലാപരമായ കാര്യങ്ങളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ ആയിട്ട് ശ്രീരേഖേനെ ഒരിക്കൽ പോലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത്ര ഒരു 64 ദിവസത്തോളം ശ്രീരേഖ വീട്ടിൽ നിന്ന് തന്നെ വലിയ കാര്യം എന്നുള്ള രീതിയിലാണ് ശ്രീരേഖയ്ക്കും പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം അൻസിബ ഒരു സ്വയമായി ഒരു വിലയിരുത്തൽ നടത്തുകയുണ്ടായി. അപ്പോൾ അൻസിബയ്ക്ക് ഇത്രയും വീക്കുകൾ ആ വീട്ടിലുണ്ടായിരുന്ന ഒരു പേരെന്ന് പറയുന്നത് കട്ടിൽ റാണി എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച പവർ റൂമിലേക്ക് കയറിയതിനു ശേഷം അൻസിബയുടെ ഒരു വാല്യൂ
വാല്യൂ തന്നെ മാറി അങ്ങോട്ട് പോവുകയാണ്. മറ്റൊരു തരത്തിലേക്ക് അൻസിബ ചിത്രീകരിക്കപ്പെടുകയാണ്. അപ്പോൾ അൻസിബയ്ക്കും കുറേ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മനസ്സിലായി. ബിഗ് ബോസ് ഹൗസിലെ ബാക്കി കണ്ടസ്റ്റന്റുകളെല്ലാം ഋഷി ഒഴികെ ബാക്കി എല്ലാവരും തനിക്കെതിരെ നിൽക്കുമ്പോൾ അത് എത്രത്തോളം മോശമായിട്ടാണ് എന്നുള്ള കാര്യത്തിൽ അൻസിബ ഒരു ഇവാലുവേഷൻ നടത്തുകയും അൻസിബ അവിടെ സംസാരിക്കുകയാണ്. ഞാൻ ഇത്രയും നാളെ ഞാൻ നല്ലതാണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെയല്ലേ എന്നുള്ളത് തോന്നുന്നു എന്ന് പറയും. അപ്പോഴും ഋഷി അവിടെ പറയുകയാണ് അങ്ങനെയൊന്നുമില്ല, നീ നല്ലത് തന്നെയാണെന്ന്. ഇവര് അൻസിബയും ഋഷിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ളൊരു കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് എത്ര മോശം കാര്യങ്ങൾ ചെയ്താലും അത്രത്തോളം അവരെ പ്രൈസ് ചെയ്തുകൊണ്ടിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പവർ റൂം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഇനി ഗെയിം എന്താണ്, ഇനി ഗെയിമിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നായിരിക്കും ഇനി വരാൻ പോകുന്ന ആഴ്ചകളിലൊക്കെ കാണാൻ പോകുന്നത്. റൂമിന് വേണ്ടിയിട്ടുള്ള ഒരു ഇപ്പോൾ അത് പീപ്പിൾ റൂം ആയിട്ടുണ്ടല്ലോ, അപ്പം ആർക്ക് വേണമെങ്കിലും താമസിക്കാം, ആർക്ക് വേണമെങ്കിലും അവിടെ കഴിയാമെന്നുള്ളതാണ്. അപ്പം ബാക്കിയുള്ള റൂമുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ സൗകര്യങ്ങളുള്ളതും കുറച്ച് വിശാലമായിട്ടുള്ള റൂം എന്ന് പറയുന്നത് പവർ റൂം തന്നെയാണ്. അപ്പം ഇനി അത് എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇനി അതിൻ്റെ പേരിലുള്ള അടിപിടികളൊക്കെ ആയിരിക്കുമോ വരുന്ന ആഴ്ചകളിൽ കാണാൻ പോകുന്നതെന്ന് അറിയില്ല. അതുപോലെ സായിയുടെ കൈവശം ഒരു കല്ലുണ്ട്. ആ ഒരു കല്ലിന് ഈ 10ാമത്തെ ആഴ്ചയിലെ നോമിനേഷൻ ഫ്രീ എന്നതിലപ്പുറം എന്തൊക്കെയോ സവിശേഷതകളുണ്ട് എന്നുള്ളതാണ് ബിഗ് ബോസും ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള ക്ലൂ. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ എന്തായിരിക്കും, ആ ഒരു കല്ല് വെച്ചിട്ട് ഇനി ഗെയിമിൽ എന്തൊക്കെ ചേഞ്ച് ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നത് എന്നൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ. അതുപോലെ ഫാമിലി വീക്കാണ് വരാൻ പോകുന്ന ആഴ്ച എന്നുള്ളത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴും വ്യൂവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അപ്പോൾ വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്ക് എപ്പോഴും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വീക്ക് തന്നെയായിരിക്കും ഫാമിലി വീക്ക്. പക്ഷെ അതിനപ്പുറം വ്യൂവേഴ്സിന് ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് തരുന്ന കുറച്ച് മൊമെൻറ്റ്സുകളൊക്കെ ഈ ഫാമിലി വീക്ക് വഴി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫാമിലി വീക്ക് എല്ലാ സീസണുകളിലും ആ ഒരു ഫാമിലി വീക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു സീസണിൽ ഇനി വരാൻ പോകുന്ന ആഴ്ച 10ാമത്തെ ആഴ്ച ഫാമിലി വീക്ക് ആണ് എന്നുള്ളതാണ് അനൗൺസ്മെൻറ്റ് വഴി പറഞ്ഞിട്ടുള്ളത്.